ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. അവൻ ആദിയിൽ ദൈവത്തോടു കൂടിയായിരുന്നു. സമസ്തവും അവനിലൂടെ ഉണ്ടായി, ഒന്നും അവനെ കൂടാതെ ഉണ്ടായിട്ടില്ല. അവനിൽ ജീവനുണ്ടായിരുന്നു, ആ ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. ആ വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു, അതിനെ കീഴടക്കുവാൻ ഇരുളിന് കഴിഞ്ഞില്ല. തൻ്റെ പ്രബോധനങ്ങളാൽ നമ്മെ ജ്ഞാനികളാക്കുന്ന സകലത്തിൻ്റെയും നാഥനായ ദൈവം വാഴ്ത്തപ്പെട്ടവനാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ ജീവദായകവും ദൈവീകവുമായ തിരുവചനങ്ങളുടെ മധുരസ്വരം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അങ്ങയുടെ വിശുദ്ധമായ പ്രബോധനത്താൽ ഞങ്ങളെ ജ്ഞാനികളാക്കണമേ. ഞങ്ങളുടെ ഇരുളടഞ്ഞ ജീവിതത്തെ അങ്ങയുടെ വചന വെളിച്ചത്താൽ പ്രകാശിപ്പിക്കണമേ. അങ്ങയുടെ വചനങ്ങളാൽ ഞങ്ങളുടെ മനസ്സിനെ ജ്വലിപ്പിക്കണമേ. ആമേൻ. ഒരു വർഷം കൊണ്ട് സമ്പൂർണ്ണ ബൈബിൾ വായന 41-ാം ദിവസം. സാബത്തും ഉത്സവങ്ങളും. ഇന്നേ ദിവസം നമ്മൾ പുറപ്പാടിൻ്റെ പുസ്തകം 23-ാം അധ്യായം, ലേവ്യരുടെ പുസ്തകം 16-ാം അധ്യായം, 77-ാം സങ്കീർത്തനം എന്നിവ വായിക്കുന്നു. വാഗ്ദത്ത ദേശത്ത് പാലിക്കേണ്ട ധാർമ്മിക വിഷയങ്ങൾ സംബന്ധിച്ചും സാബത്ത് സംബന്ധിച്ചും വ്യവസ്ഥിതമായ മഹോത്സവങ്ങൾ സംബന്ധിച്ചുമുള്ള സാരോപദേശങ്ങളും നിർദ്ദേശങ്ങളും ഇസ്രായേൽ ജനത്തിന് പകർന്നു കൊടുക്കുന്ന പാഠഭാഗം ഇന്നേ ദിവസം നാം വായിച്ചു കേൾക്കുന്നു. പാപപരിഹാര ദിനം ആചരിക്കേണ്ട വിധവും രീതികളും ലേവ്യരുടെ പുസ്തകത്തിൽ വിശദീകരിക്കുന്നതും നമുക്ക് ശ്രവിക്കാം. പുറപ്പാടിൻ്റെ പുസ്തകം 23-ാം അധ്യായം. നീ വ്യാജവാർത്ത വഹിക്കരുത്. അക്രമത്തിന് സാക്ഷിയാകാനായി ദുഷ്ടനോടൊപ്പം നീ കൈകോർക്കാൻ പാടില്ല. ഭൂരിപക്ഷത്തിന് പിന്നാലെ തിന്മകൾക്കായി നിലകൊള്ളരുത്. ഭൂരിപക്ഷത്തെ പിഞ്ചെല്ലാൻ വ്യവഹാരത്തിൽ സംബന്ധിച്ച് വളച്ചൊടിച്ച് വാദിക്കരുത്. ദരിദ്രനോടായാലും അവൻ്റെ വ്യവഹാരത്തിൽ പരിഗണന കാട്ടരുത്. നിന്റെ ശത്രുവിൻ്റെ കാളയെയോ അവൻ്റെ കഴുതയോ വഴിതെറ്റി അലയുന്നതായി കണ്ടെത്താനിടയായാൽ നീ അതിനെ അവന് തീർച്ചയായും തിരിച്ചേൽപ്പിക്കണം. നിന്നെ വെറുക്കുന്നവൻ്റെ കഴുത അതിൻ്റെ ചുമടിനു കീഴെ വീണുകിടക്കുന്നത് കണ്ടാൽ അതിനെ അവന് മാത്രമായി വിടുന്നതൊഴിവാക്കി അവനോട് ചേർന്ന് നീ അതിനെ തീർച്ചയായും സ്വതന്ത്രമാക്കണം. നിന്റെ ദരിദ്രൻ്റെ വ്യവഹാരത്തിൽ അവൻ്റെ ന്യായം നീ വളച്ചൊടിക്കരുത്. ചതിവചനത്തിൽ നിന്ന് നീ അകന്നു മാറണം. നിഷ്കളങ്കനെയും നീതിമാനെയും വധിക്കാൻ പാടില്ല. എന്തെന്നാൽ ദുഷ്ടനെ ഞാൻ സാധൂകരിക്കുകയില്ല. നീ കൈക്കൂലി സ്വീകരിക്കരുത്. എന്തെന്നാൽ കാഴ്ച തെളിഞ്ഞവരെ കൈക്കൂലി അന്ധരാക്കുന്നു. നീതിമാന്മാരുടെ വാക്കുകളെ ദുഷിപ്പിക്കുകയും ചെയ്യുന്നു. പ്രവാസിയെ നീ ഞെരുക്കരുത്. നിങ്ങൾക്ക് തന്നെ പ്രവാസിയുടെ മനസ്സറിയാം. നിങ്ങൾ തന്നെയും ഈജിപ്ത് നാട്ടിൽ പ്രവാസികളായിരുന്നല്ലോ. സാബത്ത് സംബന്ധിച്ച് 6 വർഷം നീ നിൻ്റെ ഭൂമി വിതച്ച് അതിൻ്റെ വിളവ് സമാഹരിച്ചു കൊള്ളുക. പക്ഷേ 7-ാമത്തേതിൽ നീ അത് ഉഴുകാതെ വെറുതെ ഇടണം. അങ്ങനെ നിൻ്റെ ജനത്തിലെ ദരിദ്രർ ഭക്ഷിക്കട്ടെ. അവരുടെ മിച്ചം വയൽമൃഗങ്ങൾ തിന്നുകൊള്ളട്ടെ. നിൻ്റെ മുന്തിരിത്തോട്ടത്തോടും ഒലിവ് തോട്ടത്തോടും ഇപ്രകാരം തന്നെ നീ ചെയ്യണം. 6 ദിവസം നീ നിൻ്റെ ജോലികൾ ചെയ്യണം. 7-ാം ദിവസം നീ വിശ്രമിക്കണം. അങ്ങനെ നിൻ്റെ കാളയും കഴുതയും സ്വസ്ഥരാകട്ടെ. നിൻ്റെ ദാസീപുത്രനും പ്രവാസിയും ശ്വാസം വിടട്ടെ. ഞാൻ നിങ്ങളോട് പറഞ്ഞ എല്ലാറ്റിലും നിങ്ങൾ ശ്രദ്ധ വയ്ക്കണം. അന്യദേവന്മാരുടെ നാമം നിങ്ങൾ സ്മരിക്കരുത്. അത് നിങ്ങളുടെ വായിൽ നിന്ന് കേൾക്കപ്പെടരുത്. വ്യവസ്ഥിതമായ മഹോത്സവങ്ങൾ സംബന്ധിച്ച് വർഷത്തിൽ 3 വട്ടം നീ എനിക്കായി ഉത്സവം ആഘോഷിക്കണം. പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ തിരുനാൾ നീ ആചരിക്കണം. ഞാൻ നിന്നോട് കൽപ്പിച്ചിട്ടുള്ളതുപോലെ 7 ദിവസങ്ങളിൽ നീ പുളിപ്പില്ലാത്ത അപ്പം അബീബ് മാസത്തിലെ നിശ്ചിത സമയത്ത് ഭക്ഷിക്കണം. എന്തെന്നാൽ അപ്പോഴാണ് നിങ്ങൾ ഈജിപ്തിൽ നിന്ന് പുറത്തു വന്നത്. വെറും കൈയോടെ എൻ്റെ മുഖം ദർശിക്കപ്പെടരുത്. നീ വയലിൽ വിതച്ച നിൻ്റെ അധ്വാനങ്ങളുടെ ആദ്യഫലങ്ങളുടേതാണ് വിളവെടുപ്പുത്സവം. വർഷാവസാനം നീ വയലിൽ നിന്ന് നിൻ്റെ അധ്വാന ഫലങ്ങൾ ശേഖരിക്കുമ്പോഴുള്ളതാണ് സംഭരണോത്സവം. ആണ്ടിൽ 3 പ്രാവശ്യം നിൻ്റെ പുരുഷന്മാരെല്ലാവരും കർത്താവായ നാഥൻ്റെ മുമ്പിൽ ഹാജരാകണം. എനിക്കുള്ള ബലിരക്തം പുളിപ്പുള്ള അപ്പത്തോട് ചേർത്ത് നിങ്ങൾ അർപ്പിക്കരുത്. എനിക്കുള്ള ഉത്സവ ബലിയുടെ മേധസ് പ്രഭാതം വരെ വെച്ചുകൊണ്ടിരിക്കരുത്. നിൻ്റെ നിലത്തിൻ്റെ ആദ്യഫലങ്ങളിൽ
ആദ്യത്തേത് നിൻ്റെ ദൈവമായ കർത്താവിൻ്റെ ഭവനത്തിൽ കൊണ്ടുവരണം. ആട്ടിൻകുട്ടിയെ അതിൻ്റെ തള്ളയുടെ പാലിൽ വേവിക്കരുത്. മാർഗദർശിയായ ദൂതൻ, വഴിയിൽ നിന്നെ കാക്കുന്നതിനും ഞാൻ ഒരുക്കിയിരിക്കുന്ന സ്ഥലത്തേക്ക് നിന്നെ കൊണ്ടുപോകുന്നതിനുമായി ഇതാ ഒരു ദൂതനെ നിൻ്റെ മുമ്പിൽ ഞാൻ അയക്കുന്നു. എൻ്റെ നാമം അവനിലുള്ളതുകൊണ്ട് അവനെ സൂക്ഷിച്ചു കൊള്ളുക. അവൻ്റെ സ്വരം നീ കേൾക്കുക. അവനെ പ്രകോപിപ്പിക്കാൻ പാടില്ല, കാരണം നിങ്ങളുടെ അതിക്രമം അവൻ ക്ഷമിക്കുകയില്ല. എന്നാൽ നീ അവൻ്റെ സ്വരം കൃത്യമായി അനുസരിക്കുകയും ഞാൻ കൽപ്പിക്കുന്നതെല്ലാം നിറവേറ്റുകയും ചെയ്യുമെങ്കിൽ നിൻ്റെ ശത്രുക്കൾക്ക് ഞാൻ ശത്രുവായിരിക്കും. നിന്നെ ക്ലേശിപ്പിക്കുന്നവരെ ഞാൻ ക്ലേശിപ്പിക്കും. എൻ്റെ ദൂതൻ നിൻ്റെ മുമ്പിൽ നടന്ന് അമോര്യർ, ഹിത്യർ, പെരീസ്യർ, കാനോന്യർ, ഹിവ്യർ, ജബൂസ്യർ എന്നിവരുടെ അടുത്തേക്ക് നിന്നെ കൊണ്ടുപോകും. അനന്തരം ഞാൻ അവനെ അപ്രത്യക്ഷനാക്കും. നാട് അവകാശമാക്കുമ്പോൾ നീ അവരുടെ ദേവന്മാരെ ആരാധിക്കരുത്, അവരെ ശുശ്രൂഷിക്കരുത്, അവരുടെ പ്രവൃത്തികൾ നീ അനുവർത്തിക്കരുത്. മറിച്ച് അവരെ നീ തച്ചുടയ്ക്കണം, അവരുടെ സ്തംഭങ്ങൾ തകർത്ത് തരിപ്പണമാക്കണം. എന്നാൽ നിങ്ങളുടെ ദൈവമായ കർത്താവിനെ നിങ്ങൾ ശുശ്രൂഷിക്കണം. അപ്പോൾ അവിടുന്ന് നിൻ്റെ അപ്പവും വെള്ളവും ആശീർവദിക്കും. നിൻ്റെ ഇടയിൽ നിന്ന് രോഗം നിർമ്മാർജ്ജനം ചെയ്യും. നിൻ്റെ നാട്ടിൽ ഗർഭമലസിപ്പോയവളോ വന്ധിയോ ഉണ്ടാവുകയില്ല. നിങ്ങളുടെ ദിനങ്ങളുടെ എണ്ണം ഞാൻ പൂർണ്ണമാക്കും. ഞാൻ എൻ്റെ ഭീതി നിൻ്റെ മുമ്പേ അയച്ച് നീ ആരുടെ അടുത്തേക്ക് ചെല്ലുമോ ആ ജനത്തെയെല്ലാം സംഭ്രമിപ്പിക്കും. ഞാൻ നിൻ്റെ എല്ലാ ശത്രുക്കളെയും പിന്തിരിപ്പിക്കും. നിനക്കു മുമ്പേ ഞാൻ കടന്നൽ കൂട്ടത്തെ അയക്കും. അവ ഹിവ്യർ, കനാന്യർ, ഹിത്യർ എന്നിവരെ നിൻ്റെ മുമ്പിൽ നിന്ന് തുരത്തും. എന്നാൽ ഒറ്റ വർഷം കൊണ്ട് നിൻ്റെ മുമ്പിൽ നിന്ന് ഞാൻ അവരെ തുരത്തുകയില്ല. നാട് വിഭജനമാകാതിരിക്കാനും നിനക്കെതിരെ വന്യമൃഗങ്ങൾ പെരുകാതിരിക്കാനും വേണ്ടിയാണത്. നീ പെരുകി നാട് കൈവശമാക്കുന്നതുവരെ അവരെ നിൻ്റെ മുമ്പിൽ നിന്ന് ഞാൻ അല്പാൽപമായി തുരത്തിക്കൊണ്ടിരിക്കും. നിൻ്റെ അതിർത്തി ചെങ്കടൽ മുതൽ ഫിലിസ്ത്യ കടൽ വരെയും മരുഭൂമി മുതൽ നദി വരെയുമായി ഞാൻ നിർണയിച്ചിരിക്കുന്നു. തീർച്ചയായും തദ്ദേശവാസികളെ ഞാൻ നിങ്ങളുടെ കയ്യിലേൽപ്പിക്കും. നീ അവരെ നിൻ്റെ മുമ്പിൽ നിന്ന് തുരത്തും. അവരോടോ അവരുടെ ദേവന്മാരോടോ നീ ഉടമ്പടി ചെയ്യരുത്. എനിക്കെതിരെ നിന്നെക്കൊണ്ട് പാപം ചെയ്യിക്കാതിരിക്കാൻ അവർ നിൻ്റെ നാട്ടിൽ വസിക്കരുത്. നീ അവരുടെ ദേവന്മാരെ ശുശ്രൂഷിച്ചാൽ തീർച്ചയായും നിനക്ക് അതൊരു കെണിയായിരിക്കും. ലേവ്യരുടെ പുസ്തകം 16-ാം അധ്യായം. പാപപരിഹാര ദിനം. അഹ്റോൻ തൻ്റെ 2 പുത്രന്മാരുടെ മരണത്തിന് ശേഷം കർത്താവ് മോശയോട് വചിച്ചു. കർത്തൃസന്നിധിയിൽ അണഞ്ഞപ്പോഴാണ് അവർ മരിച്ചത്. കർത്താവ് മോശയോട് അരുൾ ചെയ്തു, കൃപാസനത്തിന്മേൽ മേഘത്തിൽ ഞാൻ കാണപ്പെടുമെന്നതുകൊണ്ട് അവൻ മരിക്കാതിരിക്കേണ്ടതിന് ഏതു നേരത്തും പേടകത്തിന് മുകളിലെ കൃപാസനത്തിന് മുമ്പിലേക്ക്, അതായത് തിരശ്ശീലയ്ക്കുള്ളിലെ വിശുദ്ധ സ്ഥലത്തേക്ക് അവൻ പ്രവേശിക്കരുതെന്ന് നിൻ്റെ സഹോദരനായ അഹ്റോനോട് നീ പറയണം. ഈ വ്യവസ്ഥയിലാണ് അഹ്റോൻ വിശുദ്ധ സ്ഥലത്തേക്ക് പ്രവേശിക്കേണ്ടത്. പാപമുക്തിയാഗത്തിനുള്ള ഒരു മൂരിക്കിടാവ് കൂടെ ഉണ്ടായിരിക്കണം. ഹോമയാഗത്തിനുള്ള ഒരു മുട്ടാട്, ചണം കൊണ്ടുള്ള വിശുദ്ധ മേലങ്കി അവൻ ധരിച്ചിരിക്കണം. ചണത്തിൻ്റെ കാൽസരായികളും അവൻ്റെ ദേഹത്തുണ്ടായിരിക്കണം. ചണത്തിൻ്റെ അരപ്പട്ട കൊണ്ട് അവൻ അരമുറുക്കുകയും ചണത്തിൻ്റെ ശിരോവസ്ത്രം കൊണ്ട് ശിരസ്സു മൂടുകയും വേണം. അവ വിശുദ്ധ വസ്ത്രങ്ങളാകുന്നു. തൻ്റെ ശരീരം വെള്ളം കൊണ്ട് കഴുകിയിട്ടാണ് അവൻ അവ ധരിക്കേണ്ടത്. കൂടാതെ ഇസ്രായേലിലെ സമൂഹത്തിൽ നിന്ന് പാപമുക്തിയാഗത്തിനായി 2 കോലാട്ടിൻമുട്ടന്മാരെയും ഹോമയാഗത്തിനായി ഒരു മുട്ടാടിനെയും അവൻ സ്വീകരിക്കണം. അഹ്റോൻ തനിക്കായി പാപമുക്തിയാഗത്തിനുള്ള മൂരിയെ അർപ്പിക്കണം. അങ്ങനെ തനിക്ക് വേണ്ടിയും തൻ്റെ കുടുംബത്തിനു വേണ്ടിയും അവൻ പരിഹാരം ചെയ്യണം. അനന്തരം 2 മുട്ടാടുകളെയും എടുത്ത് അവയെ സമാഗമ കൂടാരവാതിൽക്കൽ കർത്തൃസന്നിധിയിൽ നിർത്തണം. അഹ്റോൻ 2 മുട്ടാടുകളെയും പ്രതി നറുക്കിടണം. ഒരു നറുക്ക് കർത്താവിനും മറ്റേ നറുക്ക് അസസേലിനും. കർത്താവിനായി നറുക്കു വീണ മുട്ടാടിനെ അഹ്റോൻ സമർപ്പിക്കണം. അതിനെ പാപമുക്തിയാഗമാക്കണം. എന്നാൽ അസസേലിന് നറുക്കു വീണ മുട്ടാടിനെ അത് മുഖാന്തരം പരിഹാരം ചെയ്യുന്നതിന് അസസേലിനായി മരുഭൂമിയിലേക്ക് വിട്ടയക്കാൻ വേണ്ടി ജീവനോടെ കർത്താവിൻ്റെ മുമ്പിൽ നിർത്തണം. അഹ്റോൻ തനിക്കായി പാപമുക്തിയാഗത്തിനുള്ള മൂരിയെ സമർപ്പിച്ച് തനിക്ക് വേണ്ടിയും തൻ്റെ കുടുംബത്തിനു വേണ്ടിയും പരിഹാരം ചെയ്യണം.
തനിക്കായി പാപമുക്തിയാഗത്തിനുള്ള മൂരിയെ അവൻ അർക്കണം. അനന്തരം അവൻ കലശം നിറയെ കർത്തൃസന്നിധിയിൽ നിന്നുള്ള ബലിപീഠത്തിന്മേൽ നിന്ന് തീക്കനലുകളും തൻ്റെ കൈക്കുടന്ന നിറയെ നേരിയ സുഗന്ധധൂപന വസ്തുവുമെടുത്ത് തിരശ്ശീലയ്ക്കകത്ത് കൊണ്ടുവരണം. കർത്തൃസന്നിധിയിൽ വെച്ച് അവൻ ധൂപന വസ്തു തീയിലിടണം. അപ്പോൾ സാക്ഷ്യത്തിന്മേലുള്ള കൃപാസനത്തെ ധൂമപടലം മറയ്ക്കും, അവൻ മരിക്കുകയില്ല. അനന്തരം മൂരിയുടെ രക്തത്തിൽ നിന്ന് അല്പമെടുത്ത് തൻ്റെ കൈവിരൽ കൊണ്ട് കൃപാസനത്തിന് മുമ്പിൽ കിഴക്ക് ഭാഗത്ത് തൂകണം. അവൻ കൈവിരൽ കൊണ്ട് കുറച്ച് രക്തമെടുത്ത് കൃപാസനത്തിൻ്റെ മുമ്പിലായി 7 പ്രാവശ്യം തൂകണം. അനന്തരം അവൻ ജനത്തിൻ്റെ പാപമുക്തിയാഗത്തിനുള്ള മുട്ടാടിനെ അറുത്ത് അതിൻ്റെ രക്തം തിരശ്ശീലയ്ക്കകത്ത് കൊണ്ടുവരണം. മൂരിയുടെ രക്തത്തിൻ്റെ കാര്യത്തിൽ ചെയ്തതുപോലെ അതിൻ്റെ രക്തം കൊണ്ടും ചെയ്യണം. കൃപാസനത്തിന്മേലും കൃപാസനത്തിൻ്റെ മുമ്പിലും അത് തൂകണം. അങ്ങനെ ഇസ്രായേല്യരുടെ മലിനതകളിൽ നിന്നും അകൃത്യങ്ങളിൽ നിന്നുമുള്ള അവരുടെ എല്ലാ പാപങ്ങളും മൂലം വിശുദ്ധ സ്ഥലത്തെ പ്രതി അവൻ പരിഹാരം ചെയ്യണം. അവരുടെ മലിനതകളുടെ മധ്യേ അവിടുന്ന് അവരോടൊത്ത് വസിക്കുന്ന സമാഗമ കൂടാരത്തിനു വേണ്ടിയും അവൻ ഇപ്രകാരം ചെയ്യണം. പരിഹാരം ചെയ്യുന്നതിനായി അവൻ വിശുദ്ധ സ്ഥലത്ത് പ്രവേശിച്ച് പുറത്തു വരുന്നതുവരെ ഒരു മനുഷ്യനും സമാഗമ കൂടാരത്തിൽ ഉണ്ടായിരിക്കുവാൻ പാടില്ല. അവൻ തനിക്ക് വേണ്ടിയും തൻ്റെ കുടുംബത്തിനു വേണ്ടിയും മുഴുവൻ ഇസ്രായേൽ സമൂഹത്തിനു വേണ്ടിയും പരിഹാരമനുഷ്ഠിക്കണം. അനന്തരം അവൻ കർത്തൃസന്നിധിയിലുള്ള ബലിപീഠത്തിലേക്ക് ചെന്ന് അതിനെ പ്രതിയും പരിഹാരം ചെയ്യണം. മൂരിയുടെ കുറച്ച് രക്തവും മുട്ടാടിൻ്റെ കുറച്ച് രക്തവുമെടുത്ത് ബലിപീഠത്തിൻ്റെ കൊമ്പുകളിൽ ചുറ്റും പുരട്ടണം. അവൻ തൻ്റെ വിരൽ കൊണ്ട് 7 പ്രാവശ്യം കുറച്ച് രക്തം അതിന്മേൽ തൂകണം. അങ്ങനെ അവൻ ഇസ്രായേല്യരുടെ മലിനതകളിൽ നിന്ന് അതിനെ ശുദ്ധീകരിക്കുകയും പൗത്രീകരിക്കുകയും ചെയ്യണം. വിശുദ്ധ സ്ഥലത്തിനായും സമാഗമ കൂടാരത്തിനായും ബലിപീഠത്തിനായും പരിഹാരം ചെയ്യുന്നത് പൂർത്തിയാക്കിയിട്ട് അവൻ ജീവനുള്ള മുട്ടാടിനെ അടുത്തു കൊണ്ടുവരണം. അഹ്റോൻ തൻ്റെ 2 കൈകളും ജീവനുള്ള മുട്ടാടിൻ്റെ തലയിൽ വെച്ചിട്ട് ഇസ്രായേല്യരുടെ എല്ലാ പാപങ്ങൾക്കുമായി അവരുടെ എല്ലാ കുറ്റങ്ങളും അപരാധങ്ങളും ഏറ്റുപറയണം. അവ മുട്ടാടിൻ്റെ ശിരസിൽ ചുമത്തി ഒരുങ്ങി നിൽക്കുന്ന ഒരാളുടെ കൈവശം മരുഭൂമിയിലേക്ക് അയക്കണം. അവരുടെ കുറ്റങ്ങളെല്ലാം വിജനപ്രദേശത്തേക്ക് മുട്ടാട് തൻ്റെ മേൽ സംവഹിക്കും. അവൻ മുട്ടാടിനെ മരുഭൂമിയിൽ ഉപേക്ഷിക്കണം. അഹ്റോൻ സമാഗമ കൂടാരത്തിൽ ചെന്ന് അവൻ വിശുദ്ധ സ്ഥലത്ത് പ്രവേശിച്ചപ്പോൾ ധരിച്ചിരുന്ന ചണവസ്ത്രങ്ങൾ അഴിച്ചുമാറ്റി അവിടെ അവ വയ്ക്കണം. അനന്തരം അവൻ വിശുദ്ധമായ ഒരു സ്ഥലത്ത് വെച്ച് ദേഹം വെള്ളം കൊണ്ട് കഴുകി സ്വന്തം വസ്ത്രങ്ങൾ ധരിച്ച് പുറത്തു വരണം. തൻ്റെ ഹോമയാഗവും ജനത്തിൻ്റെ ഹോമയാഗവും അർപ്പിച്ച് തനിക്ക് വേണ്ടിയും ജനത്തിനു വേണ്ടിയും അവൻ പരിഹാരം ചെയ്യണം. പാപമുക്തിയാഗത്തിനുള്ള മൃഗത്തിൻ്റെ മേധസ് ബലിപീഠത്തിൽ ധൂമിക്കണം. മുട്ടാടിനെ അസസേലിന് വേണ്ടി കൊണ്ടുവിട്ടവൻ വെള്ളത്തിൽ തൻ്റെ വസ്ത്രങ്ങൾ അലക്കുകയും ദേഹം കഴുകുകയും വേണം. അതിനുശേഷം അവന് പാളയത്തിൽ പ്രവേശിക്കാം. പാപമുക്തിയാഗമാക്കിയ മൂരിയെയും പാപമുക്തിയാഗമാക്കിയ മുട്ടാടിനെയും പാളയത്തിന് വെളിയിൽ കൊണ്ടുപോകണം. അവയുടെ രക്തമാണല്ലോ പരിഹാരം ചെയ്യാനായി വിശുദ്ധ സ്ഥലത്ത് കൊണ്ടുവന്നത്. അവയുടെ തോലും മാംസവും ചാണകവും അവൻ അഗ്നിയിൽ ദഹിപ്പിക്കണം. അവ ദഹിപ്പിക്കുന്നവൻ വെള്ളത്തിൽ തൻ്റെ വസ്ത്രങ്ങൾ അലക്കുകയും ദേഹം കഴുകുകയും വേണം. അതിനുശേഷം അവന് പാളയത്തിൽ പ്രവേശിക്കാം. ഇത് നിങ്ങൾക്കൊരു ശാശ്വത ചട്ടമാണ്. 7-ാം മാസത്തിൻ്റെ 10-ാം തീയതി നിങ്ങൾ നിങ്ങളെ തന്നെ എളിമപ്പെടുത്തണം. നിങ്ങൾ ദേശവാസിയാകട്ടെ, നിങ്ങളുടെ ഇടയിൽ തൽക്കാലവാസം ചെയ്യുന്ന പ്രവാസിയാകട്ടെ, ഒരു ജോലിയും ചെയ്യരുത്. എന്തെന്നാൽ ഈ ദിവസമാണ് നിങ്ങളെ വിശുദ്ധീകരിക്കാനായി അവൻ നിങ്ങൾക്ക് വേണ്ടി പരിഹാരം ചെയ്യുന്നത്. നിങ്ങൾ കർത്താവിൻ്റെ മുമ്പാകെ നിങ്ങളുടെ പാപങ്ങളിൽ നിന്നെല്ലാം ശുദ്ധിയുള്ളവരായിരിക്കണം. അത് നിങ്ങൾക്ക് നിങ്ങളെ തന്നെ എളിമപ്പെടുത്താനുള്ള പൂർണ്ണ വിശ്രമത്തിൻ്റെ സാപത്താണ്. ഇതൊരു ശാശ്വത ചട്ടമാണ്. സ്വപിതാവിൻ്റെ സ്ഥാനത്ത് പുരോഹിത ശുശ്രൂഷയ്ക്കായി അവൻ അഭിഷേകം ചെയ്ത് പ്രതിഷ്ഠിക്കുന്ന പുരോഹിതൻ വിശുദ്ധ വസ്ത്രങ്ങളായ ചണവസ്ത്രങ്ങൾ അണിഞ്ഞ് പരിഹാരം ചെയ്യണം. വിശുദ്ധ സ്ഥലത്തെ ശ്രീകോവിലിനായി അവൻ പരിഹാരം ചെയ്യണം. സമാഗമ കൂടാരത്തിനായും ബലിപീഠത്തിനായും അവൻ പരിഹാരമനുഷ്ഠിക്കണം. പുരോഹിതന്മാരെ പ്രതിയും സമൂഹത്തിലെ സകല ജനത്തെ പ്രതിയും അവൻ പരിഹാരം ചെയ്യണം. ആണ്ടിലൊരിക്കൽ ഇസ്രായേല്യരുടെ എല്ലാ പാപങ്ങളിൽ നിന്ന് അവരെ പ്രതി പരിഹാരം ചെയ്യുന്നതിന് ഇത് നിങ്ങൾക്കുള്ള ശാശ്വത ചട്ടമായിരിക്കും. കർത്താവ് മോശയോട് കൽപ്പിച്ചതുപോലെ അവൻ പ്രവർത്തിച്ചു.
സങ്കീർത്തനങ്ങൾ 77. വഴി നടത്തുന്ന ദൈവം. ഗായക നേതാവിന് യദുദൂൻ രാഗത്തിൽ ആസാഫിൻ്റേത് കീർത്തനം. ഞാൻ നിലവിളിക്കുന്നു, ദൈവത്തിൻ്റെ നേർക്കാണ് എൻ്റെ സ്വരം, ദൈവത്തിൻ്റെ നേർക്കാണ് എൻ്റെ സ്വരം. അതിനാൽ ദൈവം എൻ്റെ നേർക്ക് ചെവി ചായ്ക്കുന്നു. എൻ്റെ കഷ്ടതയുടെ ദിനത്തിൽ ഞാൻ നാഥനെ തേടുന്നു. രാത്രി എൻ്റെ കൈ തളരാതെ വിരിച്ചു പിടിക്കുന്നു. എൻ്റെ ആത്മാവ് സമാശ്വസിക്കാൻ വിസമ്മതിച്ചു. ദൈവത്തെ ഓർത്ത് ഞാൻ നെടുവീർപ്പിട്ട് ധ്യാനിക്കട്ടെ. എൻ്റെ ചൈതന്യം ക്ഷയിക്കുകയാണ്. സലാം. അങ്ങ് എൻ്റെ കൺപോളകളെ പിടിച്ചു നിർത്തിയിരിക്കുന്നു. സംസാരിക്കാനാവാത്ത വിധം ഞാൻ ആകുലതയിലാണ്. പ്രാചീന സംവത്സരങ്ങൾ തന്നെയായ പൂർവ്വദിനങ്ങൾ ഞാൻ പരിഗണിച്ചു. രാത്രിയിൽ എൻ്റെ ഗാനം ഞാൻ ഓർക്കട്ടെ. ഞാൻ ഹൃദയപൂർവ്വം വിചിന്തനം ചെയ്യട്ടെ. എൻ്റെ ചൈതന്യം പരിശോധിക്കട്ടെ. നാഥൻ എന്നേക്കുമായി പുറന്തള്ളുമോ? ഇനിയും പ്രസാദിക്കാൻ അവിടുന്ന് തുനിയുകയില്ലേ? അവിടുത്തെ കാരുണ്യം നിത്യമായി നിലച്ചോ? അവിടുത്തെ വാക്ക് എന്നേക്കുമായി പൊലിഞ്ഞോ? ദയ കാണിക്കാൻ ദൈവം മറന്നുപോയോ? കോപം കൊണ്ട് തൻ്റെ ആർദ്രതയ്ക്ക് വിരാമമിട്ടോ? സലാം. അപ്പോൾ ഞാൻ പറഞ്ഞു, അത്യുന്നതൻ്റെ വലതുകൈയുടെ വ്യതിയാനം, അതാണ് എൻ്റെ വിഷമം. ഞാൻ കർത്താവിൻ്റെ പ്രവൃത്തികൾ ഓർമ്മിക്കും. പണ്ട് മുതൽക്കുള്ള അങ്ങയുടെ വിസ്മയകൃത്യം ഞാൻ ഓർമ്മിക്കട്ടെ. ഞാൻ അങ്ങയുടെ ഓരോ പ്രവൃത്തിയെയും കുറിച്ച് ധ്യാനിക്കും. അങ്ങയുടെ കർമ്മങ്ങളെപ്പറ്റി ചിന്തിക്കും. ദൈവമേ, വിശുദ്ധ സ്ഥലത്താണ് അങ്ങയുടെ മാർഗം. ദൈവത്തെപ്പോലെ വലിയ തമ്പുരാൻ ആരുണ്ട്? അങ്ങാണ് വിസ്മയം പ്രവർത്തിക്കുന്ന തമ്പുരാൻ. അങ്ങാണ് ജനങ്ങൾക്കിടയിൽ അങ്ങയുടെ ശക്തി പ്രസിദ്ധമാക്കിയത്. അങ്ങ് തൃക്കരം കൊണ്ട് അങ്ങയുടെ ജനത്തെ, യാക്കോബിൻ്റെയും ജോസഫിൻ്റെയും മക്കളെ വീണ്ടെടുത്തു. സലാം. ദൈവമേ, ജലസഞ്ചയം അങ്ങയെ കണ്ടു. അങ്ങയെ കണ്ട് ജലസഞ്ചയം ഞെളിവിരി കൊണ്ടു. ആഴങ്ങളും വിറവുണ്ടു. മേഘങ്ങൾ ജലം വർഷിച്ചു. വാനിടങ്ങൾ ശബ്ദമുയർത്തി. അങ്ങയുടെ അസ്ത്രങ്ങൾ മിന്നിപ്പാഞ്ഞു. ചുഴലിക്കാറ്റിൽ അങ്ങയുടെ ഇടിമുഴക്കമുണ്ടായിരുന്നു. മിന്നലുകൾ ലോകത്തെ പ്രകാശിപ്പിച്ചു. ഭൂമി നടുങ്ങി വിറച്ചു. അങ്ങയുടെ വഴി സമുദ്രത്തിലൂടെയും അങ്ങയുടെ വീതി പെരുവെള്ളത്തിലൂടെയുമായിരുന്നു. അങ്ങയുടെ കാൽപ്പാടുകൾ അജ്ഞാതമായിരുന്നു. മോശയുടെയും അഹ്റോൻ്റെയും കയ്യാൽ അങ്ങയുടെ ജനത്തെ ആട്ടിൻപറ്റത്തെ എന്ന പോലെ അങ്ങ് നയിച്ചു.